ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലോങ് ടൈം നോ സീ അല്ലെ, ഒരുപാട് നാളായി നമ്മൾ ഇങ്ങനെ ഒന്ന് ഇരുന്ന് സംസാരിച്ചൊരു വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ആയിട്ടും എൻ്റെ ചാനൽ കുറേ നാളായി. ഇടയ്ക്ക് കുറച്ച് നമ്മുടെ SK ടോക്സിൻ്റെ ഷോർട്സും അങ്ങനെയൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അല്ലാതെ ഒരു ലോങ് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടും പോസ്റ്റ് ചെയ്തിട്ടും ഒരുപാട് നാളായി. കുറേ പേഴ്സണൽ ആൻഡ് ഓരോ റീസൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ യെസ്, നൗ ഐ ആം ബാക്ക്. ഇനി എന്തായാലും കൺസിസ്റ്റന്റ്ലി നമുക്ക് എന്താ പറയുക, ഗ്യാപ്പ് ഒന്നും വരാണ്ട് വീഡിയോസ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. കുറച്ച് നാളായിട്ട് ഈ പറഞ്ഞ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ കമന്റിൽ വന്നുകൊണ്ടിരുന്ന വൺ ഓഫ് ദ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് മേക്കപ്പ് പ്രോഡക്ട്സ് കളക്ഷൻ, അല്ലെങ്കിൽ എന്തൊക്കെ മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ആ പ്രോഡക്ട്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാവുന്ന കുറച്ച് കമന്റ്സ് ഇൻസ്റ്റയിൽ DM ആയിട്ടും മുന്നേ ഇട്ടിരുന്ന വ്ളോഗ്സിലും കമന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അതിൻ്റെ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതും ലൈക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ തന്നെ ചെയ്യാം എന്ന് ഓർത്തപ്പോൾ അത് ചിലപ്പോൾ ഒരുപാട് നമ്മൾ സംസാരിച്ച് ഭയങ്കര ലെങ്തി ആയി പോകുന്നെങ്കിൽ അത് ബോറായി പോകും. അപ്പോൾ അതുകൊണ്ട് ഫേസിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒരു പാർട്ട്, ഐ മേക്കപ്പ് പ്രോഡക്ട്സ് വേറൊരു പാർട്ടായിട്ടും, ആൻഡ് ലിപ്സ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്സ് അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടും ചെയ്യാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഫേസിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിനെ കുറിച്ച് വീഡിയോ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് പ്രോഡക്റ്റ് കാണിക്കാൻ പോകുന്നത് എന്തെങ്കിലും സ്കിൻ കെയർ പ്രോഡക്ട്സ് കാണിക്കുന്നില്ല, കാരണം ഇത് മേക്കപ്പിനെ കുറിച്ചിട്ട് ഉള്ള ഇതാണല്ലോ. ആൻഡ് സ്കിൻ കെയർ പ്രോഡക്ട്സിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവർ അത് പോയി കാണുക കേട്ടോ. സോ സ്കിൻ കെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് മോയ്സ്ചറൈസർ അങ്ങനത്തെ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മേക്കപ്പ് എന്ന് പറയാനായിട്ട് ഞാൻ ഒരുപാട് മേക്കപ്പ് അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളല്ല. അതായത് വളരെ ലൈറ്റായിട്ട് എന്നാൽ നമുക്കൊരു ഫ്രഷ് ലുക്ക് തോന്നിക്കണം ഫേസിന്. അപ്പോൾ ഒരു നോ മേക്കപ്പ് ലുക്ക് അങ്ങനെ വേണ്ട സംഭവങ്ങളാണ് കൂടുതൽ പ്രോഡക്ട്സ് നോക്കുന്നത്. അതായത് ഒരു ഫൗണ്ടേഷൻ, കൺസീലർ, അങ്ങനെ ഹെവി പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആളേ അല്ല ഞാൻ. ഞാൻ മുന്നുള്ള വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ശരിക്കും ഇപ്പം, അതായത് എനിക്കൊരു എന്താ പറയുക, ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ അല്ലെങ്കിൽ ഒരു BB ക്രീം, CC ക്രീം, ഇപ്പോൾ ടിൻറ്റഡ് സെറം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ മുന്നേയൊക്കെ ഞാൻ BB ക്രീം അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന SKJയുടെ വീഡിയോസിൽ വന്ന കമൻറ്റാണ്, സ്കിന്ന് നല്ല രസമായിട്ടിരിപ്പുണ്ട്, ഏത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് മന്ത്സായിട്ട് ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നത് ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ് കേട്ടോ. ആൻഡ് ദാറ്റ് ഈസ് ഫ്രം ഡോട്ട് ആൻഡ് കീ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്. ഇതൊരിക്കുന്ന ഒരുപാട് വൈറലായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഒരുപാട് പേര് ഇതിപ്പം ഈവൻ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ പോലും ഒരുപാട് പേര് ഇത് യൂസ് ചെയ്യുന്നവരുണ്ടാവും. സോ ഇത് ഡോട്ട് ആൻഡ് കീയുടെ സ്ട്രോബെറി ഡ്യൂ ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ്. ഡെയിലി വെയർ എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. SPF 50+, PA++++ ഉള്ള പ്രോഡക്റ്റാണ്. സോ ഇത് 50 ml ഓഫ് പ്രോഡക്റ്റാണ്. ആൻഡ് ഇതിൻ്റെ MRP വന്നിട്ട് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഞാൻ ഈ റേറ്റിനല്ല മേടിച്ചത്. ഞാൻ ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് മേടിക്കാറുമില്ല, അത് നിങ്ങൾക്കറിയാം, ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ MRP വന്നിട്ട് 550 ആണെന്ന് തോന്നിൽ ഇച്ചിരി വാങ്ങിയിരിക്കുകയാണ് ലേബിൾ. ഞാനിത് ഇവരുടെ സൈറ്റിൽ ഡയറക്റ്റാണ് മേടിച്ചത്. സൈറ്റിൽ എനിക്ക് എന്തോ ഓഫറും കാര്യങ്ങളും പൊക്കോണ്ടിരുന്ന സമയത്താണ് മേടിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് 300 സംതിങ്ങിനോ എന്തോ ആണ് ഞാൻ മേടിച്ചത്. എനിക്ക് ഓർമ്മയില്ല, കാരണം കുറേ മാസമായി. സോ ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ഇട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല നമ്മൾ. അതാണ് ഞാൻ പറഞ്ഞത്, കറക്റ്റ് ഒരു നോ മേക്കപ്പ് ലുക്കിന് ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇതൊരു വളരെ ഷിയർ കവറേജ് ആണ്. അതായത് നമുക്ക് ഒത്തിരി ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റും, ഇല്ല നല്ല ബിൽഡബിൾ കവറേജ് ആണ്, ബട്ട് സ്റ്റിൽ വളരെ ഷിയർ കവറേജ് ആണ്. ഒരു എന്താ പറയുക, നിങ്ങൾ ഈ ഡാർക്ക് സ്പോട്ട്സ് ഒന്നും കവർ ചെയ്യത്തൊന്നും ഇല്ല. എൻ്റെ സ്കിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ട്, ഒരുപാട് ഡാർക്ക് സ്പോട്ട്സും പിമ്പിൾസും ആക്നെ മാർക്സ് ഒക്കെ ഉണ്ട്. ഒത്തിരി ഇഷ്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫേസിൽ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മാർക്സ് ഒക്കെ ഹൈഡ് ചെയ്യണമെങ്കിൽ ദിസ് വോണ്ട് ഹെൽപ്പ് യു. നിങ്ങളെങ്കിൽ കൺസീലർ കാര്യങ്ങളൊക്കെ തന്നെ ട്രൈ ചെയ്യണം. പക്ഷേ ഇത് വളരെ ലൈറ്റ് വെയിറ്റ്, അതായത് സ്കിന്നിൽ ഒരു ഇതിട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കാത്ത രീതിയിലുള്ള ഒരു നോ മേക്കപ്പ് ലുക്കിന് കൈൻഡ് ഓഫ് ഒരു BB ക്രീം ഫിനിഷ് ഒക്കെ തരുന്ന ഒരു കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് ആണ്. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കൺസിസ്റ്റൻസിയാണ്, ഇതിൻ്റെ ടെക്സ്ചർ. ഇത് ഭയങ്കര ലിക്വിഡി ടെക്സ്ചറാണ്. കാരണം എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരുവിധപ്പെട്ട ഒരു പ്രോഡക്ട്സും സ്യൂട്ട് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ ഭയങ്കര ആക്നെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. സെൻസിറ്റീവ് ആക്നെ പ്രോൺ സ്കിന്നായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ആൻഡ് ഡ്രൈ സ്കിന്നാണ് യൂഷ്വലി. അപ്പം ഇച്ചിരി ക്രീമി കൈൻഡ് ഓഫ് ടെക്സ്ചർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ നോർമൽ നമ്മുടെ ഈ ടിൻറ്റഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അങ്ങനത്തെ കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് എൻ്റെ സ്കിന്നിന് ഇടുമ്പോഴത്തേക്കും പാച്ചി പോലെ ആവുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ലിക്വിഡി കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഒരു സെറം കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇനി യൂസ് ചെയ്യുമ്പോൾ BB ക്രീം, CC ക്രീം അല്ലെങ്കിൽ ഈ പറഞ്ഞ ടിൻറ്റഡ് സെറം മാക്സിമം ലിക്വിഡി വാട്ടറി കൺസിസ്റ്റൻസി ഉള്ള, അത്രയ്ക്ക് ലിക്വിഡി കൺസിസ്റ്റൻസി ഉള്ള പ്രോഡക്ട്സിന് യൂസ് ചെയ്താൽ മതി എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. കാരണം അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ഇങ്ങനത്തെ പാക്കേജിംഗ് ആണ് ഇതും. അതുകൊണ്ട് ട്രാവലിംഗ് ഇതിനൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഭയങ്കര സുഖമാണ്. കാരണം എനിക്ക് ഗ്ലാസ് പാക്കേജ് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നത്. എപ്പോഴും കയ്യിൽ വീട് പൊട്ടും, അങ്ങനെയൊക്കെ ടെൻഷനാണ്. അപ്പോൾ ഇത് അങ്ങനെ പേടിക്കേണ്ട. സോ ഞാൻ ചെക്ക് ചെയ്തിട്ട് കൊണ്ടോ സി
ഇത്രയും റണ്ണി കൺസിസ്റ്റൻസി ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഭയങ്കര അടിപൊളിയാണ്. സോ ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. ഭയങ്കര ഈസി ആയിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യാനും പറ്റും. ഞാൻ വളരെ കുറച്ച് പ്രോഡക്റ്റ് എടുക്കാറുള്ളൂ. ഇത് ജസ്റ്റ് സ്കിന്നിനെ ഒന്ന് ഈവൻ ആക്കുകയും ചെയ്യും. ഇതിൽ എത്രത്തോളം ക്യാമറയിൽ നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് ചെറിയൊരു ഡിഫറൻസ് ആണ് തരുന്നത്. ബട്ട് അത് മതി, അത് ആക്ച്വലി അടിപൊളിയാണ്. സോ ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. കാരണം കയ്യിലിപ്പോൾ എടുത്തത് കൊണ്ട് അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇട്ടാണ്. ഞാൻ നേരത്തെ മുഖത്ത് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു, ഒരു പ്രോഡക്റ്റ് ഇട്ടിട്ടില്ല. സോ കണ്ടോ, ഭയങ്കര സിമ്പിൾ ഫിനിഷ് ആണ് തരുന്നത്. സ്റ്റിക്കി ഒന്നും അല്ല, പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവും, പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അബ്സോർബ് ആവും, അതിനൊന്നും ടൈം എടുക്കുകയൊന്നുമില്ല. സോ അടിപൊളിയാണ്. പക്ഷേ ഇതിലെനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അത്യാവശ്യം എല്ലാം നല്ല കെമിക്കലാണ്. സോ അതുകൊണ്ട് തന്നെ പ്രോബ്ലം ഇസ് എനിക്ക് ആക്നെ ഇടുമ്പോൾ വരുന്നുണ്ട്. ഓൾറെഡി ഇപ്പോൾ എന്ത് തമ്മിലും സ്കിന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. സോ അത്യാവശ്യം നന്നായിട്ട് പിമ്പിൾസ് വരുന്നുണ്ട് ഇതിടുമ്പോൾ. പക്ഷേ എനിക്കിവിടെ കൺസിസ്റ്റൻസിയും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ പ്രോഡക്റ്റ് മാറ്റാൻ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ ആക്ച്വലി ഷെയ്ഡ് ഞാൻ പറഞ്ഞില്ല, ഇതിനൊരു 4 ഷെയ്ഡിലോ 3-4 ഷെയ്ഡിൽ വരുന്നുണ്ട്. ഞാൻ 03 സാൻഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ് മേടിച്ചിരിക്കുന്നത്. എൻ്റെ സ്കിൻ ടോണിന് ഇത് പെർഫെക്റ്റ് ആണ്. അതായത് ഒരു മീഡിയം വാം അണ്ടർടോൺ ആണ് എനിക്ക്. മീഡിയം സ്കിൻ ടോൺ ആണ്, വാം അണ്ടർടോൺ, വാം യെല്ലോ അണ്ടർടോൺ ആണ്. സോ എനിക്കിത് സ്യൂട്ടബിൾ ആയിട്ട് തോന്നി. ഞാൻ ഓൺലൈനിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഒത്തിരി വീഡിയോസ് കണ്ട് ഒരുപാട് ഷോർട്സും ഒരുപാട് വ്ളോഗ്സും എല്ലാം ഞാൻ കണ്ടത്. ഷെയ്ഡ് മാച്ച് കറക്റ്റ് ആവണമല്ലോ, അതെനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കറക്റ്റ് ആവോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പ്രോഡക്ട്സിന്റെ ഗുണം, അതായത് നമ്മൾ ഈ ഫൗണ്ടേഷൻ കൺസീലറൊക്കെ മേടിക്കുമ്പോൾ ഹൈ കവറേജ് പ്രോഡക്ട്സ് ആയതുകൊണ്ട് ഷെയ്ഡ് ഒന്ന് പണിയാവും നമുക്ക്. അപ്പോൾ ഇതുപോലത്തെ പ്രോഡക്ട്സ് ആകുമ്പോൾ ഷിയർ കവറേജ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 1 ഷെയ്ഡ് ലൈറ്റർ മേടിച്ചാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം കുറച്ച് കഴിയുമ്പോൾ സ്കിന്നുമായിട്ടും സെറ്റ് ആകുമ്പോൾ അത് ഓക്കെ ആവും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് കറക്റ്റ് ഷെയ്ഡ് മേടിച്ചില്ലെങ്കിലും മാച്ച് ചെയ്യും കുറേയൊക്കെ. ഒരു അത്യാവശ്യം എന്താ പറയുക, ഒരു കുറച്ച് സ്കിൻ ടോൺകാർക്ക് സ്യൂട്ട് ചെയ്ത് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഡു ട്രൈ ഇറ്റ് ഔട്ട് കേട്ടോ. ഒരു നോ മേക്കപ്പ് ലുക്കാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡു ട്രൈ ഇറ്റ് ഔട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് ആണ്, ഓഫർ വരുമ്പോൾ മേടിച്ചാൽ മതി. ഞാനും അങ്ങനെ മേടിക്കുന്നത്. ഇപ്പം എനിക്കും ഓരോ സാധനങ്ങൾ ട്രൈ ചെയ്യണം എന്ന് നോക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഇത് 50 ml ആണ്, ഷൂട്ടിനും ഫംഗ്ഷൻസിനും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സോ എനിക്കിത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. 50 ml എപ്പോൾ തീരും എന്നൊന്നും എനിക്കറിയില്ല. ഒരുപാട് ടൈം എടുക്കുമായിരിക്കും എന്തായാലും. കാരണം നമുക്കിപ്പോൾ ഡെയിലി അങ്ങനെ യൂസ് ചെയ്യേണ്ടി വരുന്നില്ലല്ലോ. സോ ആൻഡ് ഇത് എത്ര നേരം ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്തൊന്നുമില്ല. പക്ഷെ ഞാൻ റീഅപ്ലൈ ചെയ്യാറില്ല. ആക്ച്വലി റീഅപ്ലൈ ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം. ഞാൻ ഷൂട്ടിന് മോർണിംഗ് ഇട്ട് കഴിഞ്ഞാൽ നൈറ്റ് വരും അത് തന്നെയായിരിക്കും. പിന്നെ റീടച്ചപ്പ് ചെയ്യാറില്ല. പിന്നെ ടച്ച് ചെയ്യാറുള്ളത് കോമ്പാക്ട് പൗഡറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ലാതെ ഇതിനെ ഞാൻ വീണ്ടും റീഅപ്ലൈ ചെയ്യാറില്ല. പക്ഷെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ കേക്കി ആവത്തില്ല, പാച്ചി ആവത്തില്ല. ലൈക്ക് നമ്മുടെ അതർ ടിൻഡഡ് പ്രോഡക്ട്സ് ലൈക്ക് ഫൗണ്ടേഷൻ, കൺസീലർ അതുപോലത്തെ സാധനങ്ങളെ പോലെ നമുക്ക് വീണ്ടും ബിൽഡ് ചെയ്യും തോറും പ്രശ്നമൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ. സോ ഇതാണ് ഞാൻ ടിൻഡഡ് പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരേ ഒരു പ്രോഡക്റ്റ്. ഇതിൽ വേറെ ഒരു ഫൗണ്ടേഷനോ ബേബി ക്രീമോ അല്ലെങ്കിൽ കൺസീലറോ അങ്ങനത്തെ ഒരു പ്രോഡക്ട്സും ഇല്ല. ഈ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഞാൻ എസ്കേ ടോക്സിലാണെങ്കിലും പുറത്ത് പോകുമ്പോഴാണെങ്കിലും മീൻസ് ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിലും സിമ്പിളി പുറത്ത് പോകുകയാണെങ്കിൽ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഏതൊരു ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ ഇറങ്ങും. സോ ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നത് പ്രോഡക്റ്റ്. ആദ്യം ആക്ച്വലി ഇത് കാണിക്കുന്നതായിരുന്നു, പക്ഷേ വിട്ടുപോയി. അതായത് ഈ മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടിട്ട് നമുക്ക് മേക്കപ്പിന് പ്രൈമർ എന്നൊരു സംഭവം വേണമല്ലോ. അത് ആക്ച്വലി മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ പോസ് ഒക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നതാണ്. സോ അത് ഞാൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഹെർബ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പ്രൈമറാണ്. ഇത് ആക്ച്വലി 3-in-1 റിഫൈനിങ്, മാറ്റിഫൈങ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് പ്രൈമറാണ്. ആക്ച്വലി അങ്ങനത്തെ പ്രൈമേഴ്സ് എനിക്ക് അറിയത്തില്ല ഉണ്ടോ എന്നുള്ളത്. എനിക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഹൈഡ്രേറ്റിംഗ് പ്രൈമറാണ് എനിക്ക് ആക്ച്വലി വേണ്ടത്. പക്ഷേ ഇത് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം, കാരണം ഇത് മാറ്റിഫൈങ്ങും ആണ്. അപ്പോൾ രണ്ടും എന്താ പറയുക മിക്സ്ഡ് കൈൻഡ് ഓഫ് ഇതാണ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ദിസ് ഇസ് ഓർഗാനിക് പ്രോഡക്റ്റ്. അപ്പോൾ ഇത് സ്കിന്നിന് നല്ലതാണ്. ഇൻഗ്രീഡിയൻസ് എല്ലാം വെരി ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് ആണ്. മെയിനായിട്ട് വരുന്നത് നമ്മുടെ കോക്കനട്ട്, സ്വീറ്റ് ആൽമണ്ട് ആൻഡ് മുരിങ്ങയാണ് ഇൻഗ്രീഡിയൻസ്. ആൻഡ് ഇതിലും SPF 15+ ഉണ്ട് കേട്ടോ. സോ ദിസ് ഓൾസോ ഗുഡ്. ഇതിൻ്റെ കൺസിസ്റ്റൻസിയും ഞാനൊന്ന് കാണിച്ചു. ഇത് നന്നായിട്ട് ഷേക്ക് ചെയ്യണം, കാരണം ഇല്ലെങ്കിൽ ഇതിന് ഓയിൽ സെപ്പറേറ്റ് ആവാൻ തുടങ്ങും. സി ഇതുപോലൊരു ക്രീമാണ്, അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഒരു ഫ്രേഗ്രൻസും ഉണ്ട്. സോ ഇതിട്ടിട്ട് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ടിൻഡഡ് സൺസ്ക്രീൻ ഇടുന്നത്. സോ അതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്നത് ഒരു കോമ്പാക്ട് പൗഡറാണ്. അല്ലെങ്കിൽ ഇനി ട്രാൻസ്ലൂസൻ പൗഡറും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ പോൺസിൻ്റെ പോലത്തെ സാധാ ടാൽക് പൗഡർ അതും യൂസ് ചെയ്യാറുണ്ട്. കോമ്പാക്റ്റിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ റൂബി ഓർഗാനിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇതും ഇസ് 100% ഓർഗാനിക് പ്രോഡക്റ്റാണ്, ക്ലീൻ ഇൻഗ്രീഡിയൻസ്. സോ ഞാനിപ്പോൾ
പണ്ട് എല്ലാം ഓർഗാനിക് പ്രോഡക്ട്സ് മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മേക്കപ്പ് കുറേയൊക്കെ സ്വിച്ച് ചെയ്തു ഡ്യൂ ടു മെനി റീസൺസ് ആയിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഓർഗാനിക് പ്രോഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്കിൻ ഇത്രയും ഇഷ്യൂസും ഇല്ലായിരുന്നു. എനിവേസ് നമുക്ക് നോക്കാം. സോ ഇത് ഞാനിപ്പം യൂസ് ചെയ്ത് ഏതാണ്ട് തീരാറായി കണ്ടോ. ഈ സൈഡിലുള്ളതേ ഉള്ളൂ. ഇതും നല്ല പ്രോഡക്റ്റാണ്. ഇതൊക്കെ പൊട്ടി, കറയെന്നൊക്കെ വീണിട്ട് പൊട്ടി. ഇത് പ്ലാസ്റ്റിക് പാക്കേജിംഗ് ആണ്. ആൻഡ് ഇത് ഷെയ്ഡ് വന്നിട്ട് SP2 ആണ്, സെക്കൻഡ് ഷെയ്ഡാണ്. ഇതും എനിക്ക് തോന്നുന്നു റേറ്റ് എനിക്കിപ്പോൾ ഓർമ്മയില്ല, ബട്ട് ഐ ഗെസ് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഇതും ഞാൻ ഓഫറിന് വന്നപ്പോഴാണ് മേടിച്ചത്. ആമസോണിൽ നിന്നാണെന്ന് തോന്നുന്നു മേടിച്ചത്. ഇതും കുറേ നാളായിട്ടോ, എനിക്ക് തോന്നുന്നു 1 ഇയർ അടുപ്പിച്ച് വരും. 1 ഇയർ അടുപ്പിച്ച് വരും. ഇനിയും കണ്ടു ഇത്രയും ഉണ്ട്. സോ ലാസ്റ്റ് ചെയ്യും എന്തായാലും. ഇത് കഴിയുമ്പോൾ ഇനി വേറെ ഏതെങ്കിലും ബ്രാൻഡ് നോക്കണം. എനിവേസ്, സോ ഇതും നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഈ ടിൻറ്റ് സൺസ്ക്രീൻ ഇട്ടിട്ട് ഈ കോമ്പാക്ട് വെച്ചൊന്ന് സെറ്റ് ചെയ്യും. ഇപ്പം ഞാൻ അത് ഡെമോ കാണിക്കണം. ഞാൻ ജസ്റ്റ് പ്രോഡക്റ്റ് സ്വാച്ച് ചെയ്ത് കാണിച്ചു. ഓയിലി ഇതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റ് ആക്കി സെറ്റ് ചെയ്യും. സോ ഇത് ഞാനിപ്പോൾ ഇട്ട് കാണിക്കില്ല. മേക്കപ്പ് വീഡിയോ ചെയ്യാനും സജഷൻസ് വരുന്നുണ്ട്. സോ എന്തെങ്കിലും മേക്കപ്പ് വ്ളോഗ് ചെയ്യുന്ന സമയത്ത്, അതായത് ഗെറ്റ് റെഡി ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം വെച്ച് മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ടു എൻഡ്. അപ്പോൾ അത്രേ ഉള്ളൂ. ലാസ്റ്റ് പ്രോഡക്റ്റ് ഫേസിന് യൂസ് ചെയ്യുന്നത് ഒരു മേക്കപ്പ് ഫിക്സർ വേണമല്ലോ നമുക്ക്. സോ അതും ഞാൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഹെർബ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്. ഇത് വന്നിട്ട് 100 ml ആണ്. ലോങ് സ്റ്റേ മേക്കപ്പ് ഫിക്സർ, അലോവേര ആൻഡ് ഗ്രീൻ ടീ ആൻഡ് ഹൈഡ്രേറ്റിംഗ്, അവോയ്ഡ് സ്ക്രീസിങ്, നോൺ സ്റ്റിക്കി എന്നൊക്കെ പറയുന്നത് ആണ്. ഇത് പക്ക ഒരു വാട്ടറി ടെക്സ്ചർ ആണ്. കംപ്ലീറ്റ് വാട്ടറി കൈൻഡ് ഓഫ് ടെക്സ്ചർ ആണ്. സോ ഇത് സ്പ്രേ മേക്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മേക്കപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാനാണ് ഈ ഒരു സ്പ്രേ. പെർഫ്യൂം ആൻഡ് പ്രൊപ്പൈലിൻ ഗ്ലൈക്കോൾ പോലും ആൻഡ് ആൽക്കഹോൾ പോലുള്ള ചില ഹാർഷ് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് ക്ലീൻ ആണ്. ഇതും എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ മേടിച്ചിട്ട് 2 years ഒക്കെ വരും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡെയിലി യൂസേജ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ലാസ്റ്റ്. പക്ഷേ ഇപ്പം തീരാറായിട്ടോ. കാണാവോ, സി ഇവിടം വരെ എത്തി. ഇനി ഇത്ര കൂടിയേ ഉള്ളൂ. സോ വേറൊരെണ്ണം മേടിക്കണം തീരുമ്പോഴത്തേക്കും. ഇതിൻ്റെ റേറ്റാണ് ഞാൻ തപ്പുന്നത്. എനിക്ക് ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ് ബോക്സിലായിരുന്നു റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നിൽ കാണാൻ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രോഡക്ട്സ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ചോദിച്ച് കമൻറ്റ് ചെയ്ത ആളുകൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന കാര്യം എനിക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കമ്മിങ് ഡേയ്സിൽ നമുക്ക് വേറെ പല കണ്ടന്റ്സുമായിട്ടും ഒക്കെ വരാം. ആൻഡ് യെസ്, ഈ മേക്കപ്പ് കണ്ടന്റും ഇനി പെൻഡിങ് ആണ്. ഐ നോ. നമ്മുടെ ലിപ്സ്റ്റിക് കളക്ഷൻ ആൻഡ് ലിപ്സ് യൂസ് ചെയ്യുന്ന വേറെ പ്രോഡക്ട്സ് കാര്യങ്ങൾ അങ്ങനെ ഇവിടെ യൂസ് ചെയ്യാറില്ല. വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ആക്ച്വലി പണ്ട് തൊട്ടേ എനിക്ക് ലിപ്സ്റ്റിക് കളക്ഷൻ അങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യാൻ സജഷൻ വരുമ്പോഴേക്കും ചിരി വരുന്നത്. കാരണം എൻ്റെ അതിന് മാത്രം ഒന്നുമില്ല. എനിക്ക് ഒരു 1, 2, 3 അങ്ങനെയൊക്കെ കണ്ടു. അപ്പോൾ അതൊരു കളക്ഷൻ ആയിട്ട് കാണിക്കാൻ മാത്രം ഉണ്ടോ എന്ന് വിചാരിച്ചാണ് അപ്പോൾ കാണിക്കാത്തത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. എനിവേസ്, പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചോദിച്ച സ്ഥിതിക്ക് എന്തായാലും ഉള്ളത് എൻ്റെ കയ്യിലുള്ള സാധനം കാണിക്കുക എന്നുള്ളതാണ്. സോ യാ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഈ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ഐ മേക്കപ്പ് സംഭവങ്ങളുമായിട്ട് സീ. ഓക്കെ, സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് മറ്റ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. സോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇനിയും പറയാം. ഓക്കെ, അപ്പോൾ ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഫുൾ ബാൻ തിരിച്ചു തരണം. അപ്പോൾ യാ, സോ ഹോപ്പ് യു ഓൾ ലൈക്ഡ് ആൻഡ് എൻജോയ്ഡ് വാച്ചിങ് ദിസ് വീഡിയോ. ടിൽ ദെൻ, bye. Love you all. Thank you for watching this video. Keep supporting.